സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. വലിയ നോമ്പിൻ്റെ ആദ്യത്തെ ആഴ്ചയിലൂടെ ഏതാണ്ട് ഒരാഴ്ചയായിട്ട് നമ്മൾ നോമ്പിലായിരുന്നു. വലിയ നോമ്പ് ആരംഭിച്ചിട്ട് ആദ്യത്തെ ഞായറാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയിരിക്കുമ്പോൾ ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. നമ്മൾക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമ്മളെപ്പോഴും നമുക്ക് ഈ ലോകത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് മാറിക്കിട്ടണം. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൽ നിന്നും ഓടി അകലാനുള്ള ഒരു മനോഭാവം പാപം മൂലം ആദത്തിനും ഹവ്വായ്ക്കുണ്ടായി നമുക്കറിയാം. ആ ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും സന്തോഷിച്ചിരുന്ന ആദവും ഹവ്വായും പാപം ചെയ്ത ശേഷം ദൈവസാന്നിധ്യത്തെ ഭയപ്പെടുകയാണ്, ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവനും നമ്മളെ കാണുന്നതല്ല, നമ്മുടെയൊക്കെ അനുഭവമല്ല. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതിനൊക്കെ പണ്ട് വിശുദ്ധരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. വിശുദ്ധരുടെ അന്ന് അവർക്കാർക്കും ഈ രോഗശാന്തിയൊന്നും വേണ്ട. അവർക്ക് അവരുടെ സഹനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച്, ആദിമസഭ അങ്ങനെ ആയിരുന്നു, വിശുദ്ധരുടെ സമൂഹം എല്ലാം അങ്ങനെയായിരുന്നു. ഇവ നമുക്കറിയാം, റോമിൽ വലിയ മതപീഡനം ഉണ്ടായ സമയത്തൊക്കെയും അതിൽ നിന്നും രക്ഷപ്പെട്ട് ആരും ഓടുന്നില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു സമൂഹം തീക്കകത്ത് എറിയപ്പെടാനായിട്ട് ഒരു ഭയവുമില്ലാതെ യേശുവിനെ പ്രതി മരിക്കാനുള്ള ഒരു വലിയ തീഷ്ണത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൊളോസ്യത്തിൻ്റെ ഉള്ളിലേക്ക്, സിംഹങ്ങളുടെ നടുവിലേക്ക് അനേക വിശ്വാസികളെ എറിഞ്ഞു കൊടുത്തു കണ്ടപ്പോൾ അനേകർ ഒളിച്ചോടിയില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ഓടണമെന്ന് കരുതി അവരാരും പോയില്ല. അവരെല്ലാവരും മരിക്കാൻ തയ്യാറായിരുന്നു. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് മുമ്പ് നമ്മൾ കാണുന്നുണ്ട്, എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ ഓടിപ്പോകുന്നു, ഭയന്ന് ഓടുകയാണ്. പെന്തക്കോസ്തായ്ക്ക് ശേഷം തിരുസഭ സഹനത്തെ പുൽകിയ ഒരു സമൂഹമാണ്. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ സഭ ശക്തി പ്രാപിച്ചു എന്നൊക്കെ നമ്മൾ നല്ല ശക്തമായ ഭാഷയിൽ പ്രഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടം തിന്മയുടെ ഒരു കാലഘട്ടം എന്ന് വചനം ഓർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ സഹനങ്ങൾ ആർക്കും വേണ്ട. ഞാൻ നിങ്ങൾ ഉൾപ്പെടെ നമുക്ക് ആർക്കും സഹനം വേണ്ട. നമ്മുടെ പ്രശ്നത്തിൽ നിന്നൊരു വിട്ടുകിട്ടിയാൽ മതി. നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് ആഡംബരത്തോടെ ജീവിക്കാനുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ്. നമ്മുടെ കേരള സഭയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന വിശുദ്ധ അൽഫോൺസാമയില്ലേ, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ വിശുദ്ധിയായി പ്രഖ്യാപിച്ച വിശുദ്ധ അൽഫോൺസാമയുടെയൊക്കെ ജീവിതം നമുക്കറിയാം. അൽഫോൺസാമ ഒരു ക്ഷയരോഗിയായിട്ടാണ് മരിച്ചത്. വിശുദ്ധ കുർബാനയോടുള്ള തീവ്രമായ സ്നേഹത്താൽ ജ്വലിച്ചിരുന്ന ഒരു ഹൃദയമായിരുന്നു അൽഫോൺസാമയുടേത്. ഇത്രമാത്രം ദൈവത്തോട് അടുത്ത വിശുദ്ധ കൊച്ചീർച്ച പുണ്യവതി, അവരെല്ലാം അതുപോലെ നമ്മൾ ഓരോ വിശുദ്ധരെയും നോക്കിക്കും. അവരുടെയൊക്കെ ജീവിതത്തിലെ വലിയ സഹനങ്ങൾ ഉണ്ടായപ്പോൾ ആ സഹനങ്ങൾ മാറിപ്പോകണമെന്ന് അവർക്കാർക്കും ഒരു ചിന്തയില്ല. ക്ഷയരോഗം എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് അൽഫോൺസാമ ഒരിക്കലും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി പറഞ്ഞു വരുന്നത് നമ്മൾ ചിന്തിക്കുവാൻ, നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം ചിന്തിക്കാനാണ്. തിന്മ നിറഞ്ഞ ഈ കാലഘട്ടം, അവസാന കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രത്യേകത ഇതാണ്. ഇന്ന് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് തരുന്നില്ല, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. സാത്താൻ്റെ വചനം കേട്ടുകൊണ്ട് തിന്മയുടെ പിന്നാലെ പോയി നമ്മൾ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് പലപ്പോഴും ചിന്തിച്ചാണ്. നമ്മൾ പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് തന്നെ അതിനു വേണ്ടിയാണ്. പറുദീസായിൽ നിത്യമായ ജീവനാണ്. അവിടെ നിത്യമായി സാത്താൻ്റെ അടിമത്തത്തിലായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയാണ് ദൈവമായ കർത്താവ് മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. അവിടെ നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് എല്ലാം മനോഹരമായിരിക്കും, അടിച്ചുപൊളിച്ച് നിങ്ങൾക്ക് ജീവിക്കാം എന്നല്ല പറഞ്ഞത്. ദൈവത്തിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. 33 ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യനോട് ദൈവമായ കർത്താവ് 33:16 ഇങ്ങനെയാണ് പറഞ്ഞത്, സ്ത്രീയോട് അവിടുന്ന് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും,
നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷം, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. അങ്ങനെ ഈ കുടുംബങ്ങളിലെ പ്രശ്നം അതല്ലേ, ഭാര്യമാർക്ക് യാതൊരു സ്വാതന്ത്ര്യം, ഭർത്താവിൻ്റെ അടിമത്തത്തിലും എല്ലാ എവിടെയും നമ്മളിന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പുറകിൽ അതുണ്ടല്ലേ. അവൾ മര്യാദയ്ക്ക് അവിടെ നിന്ന് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഈ ഒരു കാഴ്ച പാപത്തിൻ്റെ വലിയ സ്വാധീനമാണത്. ഏദൻ തോട്ടത്തിൽ എന്തൊരു സ്വാതന്ത്ര്യമായിരുന്നു ഹവ്വായ്ക്കും അതിനും. അത് ആദത്തിൻ്റെ ഹവ്വായ്ക്കും നഷ്ടപ്പെട്ടു, ആദത്തിനും നഷ്ടപ്പെട്ടു എല്ലാം. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, എങ്കിലാ നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും. ആദത്തോട് അവിടെ നിന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവനും കഠിന അധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. നെറ്റിയിലെ ചാരം പൂശിയപ്പോൾ നമ്മൾ കേട്ട വാക്കാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങൾ, നമുക്ക് ഈ നോമ്പ് കാലത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് കുരിശിന്റെ വഴിയുണ്ട്. കുരിശിന്റെ വഴി അല്ലേ, കുരിശിന്റെ വഴിയിൽ നമ്മൾ മനോഹരമായ ആബേലച്ചന് എഴുതിയ പാട്ടും പാത്രമൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിനകത്ത് പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നില്ല, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താ വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ പരിശുദ്ധ അമ്മ വലിയ വ്യാകുലവാള്, 7 വ്യാകുലവാള് ഹൃദയത്തിലൂടെ കടന്നുപോയ ഒരു ജീവിതമായിരുന്നു അമ്മയുടേത് അല്ലേ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഏജന്റായിട്ടാണ് അല്ലെ. നമ്മൾ അറിയാതെ അങ്ങനെ ആയിപ്പോയി. പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ലോകത്തിൽ തിന്മയുടെ സ്വാധീനമാണ്. നമ്മളിന്ന് അമ്മയെ വിളിക്കുന്നത് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ഇല്ല. യേശുപിതാവ് അമ്മ പ്രായത്തിലാന്ന് അറിയില്ല, ബൈബിളിൽ പറഞ്ഞത്. പക്ഷേ പരിശുദ്ധ അമ്മ വിധവയായി തീർന്നു. ഈശോയ്ക്ക് വേണമെങ്കിൽ അനേക മരിച്ചവരെ ഉയർപ്പിച്ചവനായ ഈശോയ്ക്ക് വേണമെങ്കിൽ യേശുപിതാവിന് ആയുസ് നീട്ടിക്കൊടുക്കാമായിരുന്നു. പക്ഷേ അമ്മ വിധവയാകണമെന്ന് തന്നെ അത് ദൈവനിശ്ചയമായിരുന്നുകൊണ്ട് ഈശോ അവിടെ ഇടപെടുന്നേയില്ല. അവിടെ അവരുടെ ജീവിതം, ആ തിരുക്കുടുംബം മുഴുവനും യാതനയും വേദനയും കണ്ണുനീരുമായിരുന്നു അല്ലേ. നമ്മളത് കാണുകയാണ് അവിടെ. അവരാരും സൗഖ്യത്തിന് വേണ്ടി, യേശുവിൻ്റെ കുടുംബത്തിൽ സ്വന്തമായിട്ട് ഒരു സൗഖ്യത്തിന് വേണ്ടി ഈശോ പ്രവർത്തിച്ചിട്ടില്ല. നമ്മൾ അറിയണം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ മനോഭാവം മാറി ഒന്ന് അനുദപിക്കാൻ, തിരിച്ചു വരാനുള്ള ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടെ നമ്മളൊക്കെ, ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവത്തിലേക്ക് അടുത്തത് ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു സഹോദരിയുടെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ തന്നെ വ്യക്തി ജീവിതത്തിൽ അവരെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് യേശുവിലേക്ക് അടുത്തത്. ഇന്ന് കരിസ്മാറ്റിക് നവീകരണം, ഇന്ന് ഞാനതിലായിരിക്കുമ്പോൾ എൻ്റെ ചിന്ത, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരും സൗഖ്യപ്പെടണം. പണ്ടെന്ന് ഇപ്പോൾ അത് മാറി കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരും സൗഖ്യപ്പെട്ടില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് നമുക്കെന്നുള്ള ധാരണയായിരുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയുടെ മധ്യസ്ഥ കൊച്ചിദർശ പുണ്യവതിയാണ്. തൻ്റെ ക്ഷയരോഗം മാറാൻ വേണ്ടി കൊച്ചിദർശ പുണ്യവതി ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല. ക്ഷയരോഗബാധിതയായിട്ടാണ് കൊച്ചിദർശ പുണ്യവതി മരിച്ചത്. അൽഫോൺസാമയും നമ്മുടെ ഇന്ത്യയുടെ വിശുദ്ധ അൽഫോൺസാമയും ക്ഷയരോഗം ബാധിച്ചാണ് മരിച്ചത്, രോഗിയായിട്ടാണ് മരിച്ചത്. അപ്പൊ നമ്മളുടെ കാഴ്ചപ്പാട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഈ ലോകത്തിലൂടെ നമ്മൾ പറയുന്നത് എന്താ? കുരിശിന്റെ വഴിയിൽ പോകുമ്പോൾ കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. കുരിശിന്റെ വഴി അല്ലേ, കുരിശിന്. ഇപ്പൊ ഞാനും ചിന്തിക്കാം, നമുക്കുള്ള കുരിശുകൾ, നമ്മൾ കുരിശിന്റെ വഴിയിലും നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. 14 സ്ഥലവും കടന്ന് കുരിശുമലയിലൊക്കെ
പോയി നമ്മൾ പ്രാർത്ഥിച്ചാണ്. പക്ഷെ നമ്മൾ ആ പോകുന്ന വഴിയിൽ നമുക്കുള്ള യഥാർത്ഥത്തിൽ നമുക്കുള്ള കുരിശ് നമ്മൾ അപ്പോഴും ചിന്തിക്കും, നമ്മുടെ ഈ കുരിശൊന്ന് മാറി കിട്ടണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലോ, നമ്മുടെ ജീവിത പങ്കാളിക്കോ, മക്കൾക്കോ നമുക്കതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുരിശിൻ്റെ യാത്രയിൽ കുരിശിൻ്റെ യാത്രയിൽ നമ്മളെ യാത്രയ്ക്ക് പോയത് തന്നെ നമ്മുടെ പ്രശ്നം മാറിക്കിട്ടാനാണ്. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്. പലപ്പോഴും ആ കുരിശിൻ്റെ വഴിയിൽ പോയി നമ്മുടെ പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ ഈശോ പറഞ്ഞത് നമ്മളോട് ആ കുരിശ് എടുത്തുകൊണ്ട് നമ്മൾ കുരിശിൻ്റെ വഴിയെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ലൂക്ക 9:23 ഈശോ നമ്മളോട് പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, ആരെങ്കിലും എന്നെ യഥാർത്ഥമായി അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുരിശ് എടുത്തുകൊണ്ട്, കുരിശ് മാറാതെ ഉള്ള കുരിശും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. ലൂക്ക 9:22 ഈശോയോട് പറയാണ്, പീഡാനുഭവത്തെക്കുറിച്ച്, തൻ്റെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ കുരിശിനെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച് ഈശോ അവരോട് പീഡാസഹനവും പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനം എന്ന് പറഞ്ഞിട്ട് അവിടെ ലൂക്ക 9:22 മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. നിത്യജീവൻ. നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇന്ന് സഭയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ധ്യാന കേന്ദ്രങ്ങൾ തോറും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണം. രക്ഷയുടെ വഴിയിലേക്ക് നമ്മെ നയിക്കാനായി പിശാച് കൊണ്ടുവന്നു. പക്ഷെ ദൈവം അത് അനുവദിച്ചു. അല്ലെ, ജെറമ്യാ പറയുന്നുണ്ട് ഈ അനുഭവത്തിലൂടെ, അല്ലേ, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞു മതി നമ്മുടെ സൗഖ്യമൊക്കെ. ദൈവത്തെ സ്വന്തമാക്കി പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറഞ്ഞ ശേഷം നമുക്ക് സൗഖ്യമുണ്ട്. അവിടെ നമ്മൾ ഇന്ന് ചിന്തിച്ചു, പരിശുദ്ധാത്മാവാണ് നമുക്ക് സൗഖ്യവുമായി ഇന്ന് വരുന്നത്. 2000 വർഷം മുമ്പ് യേശു കാൽവരി കുരിശിൽ നമുക്കായി സൗഖ്യം പിതാവിനോട് വാങ്ങി. നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് 2 മാസം കഴിഞ്ഞാണ് നമ്മുടെ സാധനം വരുന്നതെങ്കിൽ അത് ഡെലിവറി ചെയ്യുന്നത് വേറൊരു പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ കൊറിയർ സർവീസോ വരുന്നത് പോലെ 2000 വർഷം മുമ്പ് യേശു നമുക്കായി ഓർഡർ ചെയ്ത സൗഖ്യം, അനുഗ്രഹമൊക്കെ നമ്മൾ അതിലൂടെ കടന്നുപോയി. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് മുമ്പിലേക്ക് ഒന്നാമതായി എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ നമ്മുടെ സഹനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൺസാമയെ പോലെ, വിശുദ്ധ ഉച്ചർശിയാപ്പണ്ണി, വിശുദ്ധ പാതിരേപ്പിയെ പോലെ ഏത് വിശുദ്ധരെ നോക്കിക്കും, വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ, അല്ലേ, അപ്പോസ്തലന്റെ അനുഭവം നമുക്കറിയാം. അപ്പൊ അവിടെ നമ്മളുടെ ജീവിതത്തില്, എൻ്റെ കുടുംബത്തിലുണ്ടായ എൻ്റെ സഹോദരിയുടെ രോഗത്തിലൂടെയാണ് ഞാൻ ദൈവത്തെ കണ്ടെത്താനാണ്. ഒരുപക്ഷെ അന്നും സൗഖ്യം ആഗ്രഹിച്ച, പക്ഷേ യേശുവിൻ്റെ പിന്നാലെ വരാനായിട്ട് ആ തകർച്ചയാണ്, കുടുംബത്തിലെ ഒരു വേദനയാണ്, ഒരു രോഗമാണ് ഇടയാക്കിയത്. അപ്പം നമുക്ക് ഇന്നും നമ്മുടെ കുടുംബത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പ്രശ്നമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമുക്ക് വീണ്ടും പഴയതുപോലെ അടിച്ചു പൊളിച്ച് മുമ്പോട്ട് പോകാനായി നരകത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ അറിയാതെ യാത്ര ചെയ്യാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്ന, ഞാനത് പറയുന്നത് മാനുഷികമായിട്ട് നമ്മൾ ആഗ്രഹമില്ലേ, നമ്മൾ രോഗം വന്നാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? അതിന് കുഴപ്പമില്ല. പക്ഷേ കർത്താവ് പറഞ്ഞ ഇതാണ്, നമ്മൾ അവിടുത്തെ കണ്ടെത്തണം. അവിടുത്തെ കണ്ടെത്തണം. ലോകം മുഴുവനും, അതല്ലേ യേശു പറഞ്ഞത്, കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അത് ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? ഈ ലോകത്തിലെ ജീവിതം നാശത്തിലേക്കാണെന്ന് യോഹന്നാസിലെ പറഞ്ഞു. ഈ ലോകത്തെയോ ഇതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, അത് മുഴുവനും തിന്മയുടെ മയമാണ്, തിന്മയുടെ കയ്യിലാണ് എന്ന് പറയുമ്പോൾ ശരിയാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് നിത്യതയിലേക്കുള്ള വഴിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് സൗഖ്യത്തിൻ്റെ അനുഭവം വന്നു കഴിയും. ആദ്യമേ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സൗഖ്യവും വിടുതലും ഒക്കെയും അവിടുന്ന് നേടിത്തരുമെന്നാണ്. പക്ഷെ അതൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒന്നും വേണ്ട, നമുക്ക് സൗഖ്യം കിട്ടിയാൽ മതി, നമ്മുടെ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ മതി, അല്ലേ?
നമ്മൾ ഇന്നും ചിന്തിക്കുന്നതല്ല. നമ്മുടെ ഈ പ്രശ്നം നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പോൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രശ്നമുണ്ട് അല്ലേ, ഒരു പ്രശ്നം 1 2 കാണും, ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി അല്ലേ. നമ്മൾ ഒരുപക്ഷെ ഇന്ന് ഈ പ്രെയർ ലൈനിലായിരിക്കുന്നതിന് പിന്നിലുള്ള ചിന്ത അതായിരിക്കും. എന്നാ ഈ പ്രശ്നം മാറിക്കിട്ടിയാൽ പിന്നെ നമ്മൾ വേറെ എവിടെയിലായിരിക്കും. അത് നമ്മുടെ സ്വഭാവമാണ്, മാനുഷിക സ്വഭാവമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ ഈ കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കുള്ള കുരിശുകളെ അനുദിനം നിങ്ങളുടെ ജീവിതത്തിലുള്ള കൈയുടെ മുട്ടിന്റെ വേദന, കാലിന്റെ മുട്ടിന്റെ വേദന, നടുവേദന, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പ്രാർത്ഥനയില്ലാത്ത കുടുംബാംഗങ്ങൾ, ഇതൊക്കെ ഒരു സഹനമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ യാത്രയിലെ കർത്താവിന്റെ വഴിയിൽ നടക്കാനായിട്ട് ദൈവം തന്നതല്ല, ദൈവം അനുവദിച്ചതാണത്. പൗലോസ് അപ്പോസ്തലനും ആദിമകാലത്ത് ഏതാണ്ട് ഈ ഒരു അനുഭവമൊക്കെയാണ്. കാരണം പൂർണ്ണമായും ദൈവാനുഭവത്തിലേക്ക് വരാഞ്ഞതുകൊണ്ട് യേശുവിൻ്റെ എന്നെ എൻ്റെ പിന്നാലെ വരിക, അല്ലെങ്കിൽ യേശു എൻ്റെ സ്വരം കേട്ടുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച ആ സ്വരം കേട്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനെ അനുഗമിക്കാൻ തീരുമാനമെടുത്ത അപ്പോസ്തലൻ വലിയ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആ പ്രശ്നമായി. ജെറുസലേമിൽ അവർ കയറ്റിയില്ല, അവിടുന്ന് ഓടിച്ചു, വിജാതിയുടെ ഇടയിലേക്കൊക്കെ പോയി. അവിടെ കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവർക്ക് ഒത്തിരി കൃപ കിട്ടി. പക്ഷേ അപ്പോസ്തലൻ പറയുന്നത് അപ്പോസ്തലന്റെ ജീവിതം സഹനത്തിന്റെ ജീവിതമായിരുന്നു. നമ്മൾ വായിക്കുന്ന റോമർക്ക് ലേഖനം എന്തുമാത്രം കപ്പൽ അപകടത്തിൽപ്പെട്ടു, എത്രമാത്രം വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടു, എത്രമാത്രം വ്യാജ സഹോദരന്മാർ പീഡിപ്പിക്കപ്പെട്ടു, എത്ര പ്രാവശ്യം അവര് യഹൂദര് പൗലോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഒരു പ്രാവശ്യം കല്ലെറിഞ്ഞ് അവൻ മരിച്ചു പോയെന്ന് കരുതി അവൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി. കുറെ കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ കൂടെയുള്ള സഹോദരങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു വന്നപ്പോൾ കിടക്കുന്നു. അവർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ് എഴുന്നേറ്റ് വന്നു. എന്തെല്ലാം കപ്പൽ അപകടത്തിൽപ്പെട്ട് മാൾട്ടായിലേക്കുള്ള ആ തുരുത്തിൽപ്പെടുന്ന അവിടെ കപ്പൽ തകർന്ന് തടിക്കഷ്ണത്തിൽ പിടിച്ച് വെള്ളത്തിലൂടെ ഒഴുകി അവിടെ എത്തി അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അണലിപ്പാമ്പ് കയ്യേക്കറി കടിച്ചു. എന്തെല്ലാം സഹനങ്ങൾ അതിലൂടെയാണ് കടന്നു വന്നതെന്ന് അപ്പോസ്തലൻ നമ്മൾ ഓർക്കണം. ഇത് പൗലോസ് ദൈവത്തിന്റെ ആത്മാവെന്ന യേശുക്രിസ്തുവിനെ ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ ഒരു സൗഖ്യവുമില്ല, ഒരു മുള്ളെന്ന് പറഞ്ഞു. അപ്പോസ്തലൻ പറയാണ്, ദൈവത്തിന്റെ യേശുവിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന അപ്പോസ്തലൻ നമ്മളുടെ കാഴ്ച ഈ നോമ്പിൽ 2025 ഈ വലിയ നോമ്പിൽ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട കാലമാണ്. നമ്മളൊരു ഇവിടെ പറയുകയാണ് വെളിപാടുകളുടെ എന്താണ് ഒത്തിരി കൃപയുണ്ട് സഹനത്തിലൂടെ കടന്നപ്പോൾ എൻ്റെ കൃപ. അപ്പോൾ പൗലോസിനോട് പറഞ്ഞാൽ അവിടെയാണ് എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 12:7 വെളിപാടുകളുടെ ആധിക്യം എന്ന് പറയുമ്പോൾ ഒത്തിരി ആത്മീയ കൃപ. സ്വർഗത്തിന്റെ 3ാം തട്ട് വരെ കയറിപ്പോയി. അവിടുത്തെ വലിയ കാര്യങ്ങൾ നിത്യത വരെ സ്വർഗത്തിന്റെ 3ാം തട്ട് വരെ കടന്നുപോയെന്ന് പറഞ്ഞു. അവിടെ അത് എങ്ങനെ സ്വപ്നത്തിലാണോ യഥാർത്ഥത്തിലാണോ ശരീരത്തിലൂടെയാണോ അല്ലാതാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഒരു അനുഭവം വരെ തനിക്കുണ്ടായി. എന്നിട്ട് പറയുകയാണ്, ഇത്രയും വെളിപാടുകളും അനുഗ്രഹങ്ങളും കൃപകളും പൗലോസിന്റെ ദേഹത്ത് തൊട്ട തുവാലെ കൊണ്ടുപോയ ആൾക്കാരെ തൊട്ടാൽ അവർ സൗഖ്യം പ്രാപിച്ചിരുന്നു. പക്ഷെ പൗലോസിന് സൗഖ്യമൊന്നുമില്ല. നമ്മളിത് മനസ്സിലാക്കണം. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ട് ഇറങ്ങി വന്നു. ഇത് നമ്മൾ മോശയുടെ സംഭവം പണ്ടറിയാമല്ലോ. മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു, കുഞ്ഞുനാൾ തൊട്ടേ വിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫറവോയുടെ മുമ്പിൽ പോയി ഈ ഫറവോയുടെ എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ ജനത്തെ വിട്ടയക്കാൻ ഈജിപ്തിലുള്ള ഫറവോയുടെ മുമ്പിൽ പോയി ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മോശ ഒരു വിക്കനായിരുന്നു. അപ്പം ഈ പുറപ്പാട് നമ്മൾ കാണുന്നുണ്ട്, ദൈവം മോശയെ ഇവിടെ കണ്ടുമുട്ടുന്ന തീജ്വാലയുടെ കത്തുന്ന മുൾപ്പടപ്പിന്റെ അനുഭവമൊക്കെ. അത് കഴിഞ്ഞ് മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവം മോശയെ ഒരുക്കുകയാണ് ഈജിപ്തിലേക്ക് അയക്കാനായിട്ട്. ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അല്ലേ. കയ്യിലിരുന്ന വടി നിലത്തിടാൻ പറഞ്ഞു, അത് ഇടേൻ്റെ വടിയാണ്. അത് നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറി, അതിൻ്റെ വാലെ പിടിച്ചപ്പോൾ തിരിച്ച് വടിയായിട്ട് മാറി. ഈജിപ്തിൽ പോയി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ജനം മാനസാന്തരപ്പെടാനായിട്ട് അവസാനം കൈ ഉടുപ്പിൻ്റെ ഉള്ളിൽ വെക്കാൻ പറഞ്ഞു, വെച്ചിട്ട് പുറത്തെടുക്കാൻ പറഞ്ഞപ്പോൾ കൈ മുഴുവൻ കുഷ്ഠമാണ്. തിരിച്ച് ഉടുപ്പിൻ്റെ ഉള്ളിൽ വെക്കാൻ പറഞ്ഞ് തിരിച്ചെടുത്തപ്പോൾ അത് സൗഖ്യപ്പെട്ട കൈയായി മാറി.
അടയാളങ്ങളും അത്ഭുതങ്ങളും. അപ്പോൾ അങ്ങനെ ഫറവോയുടെ മുമ്പിൽ പോയി ചെയ്യാന്ന് പറഞ്ഞ് നമുക്കറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫറവോയുടെ പിശാചിനെ സേവിക്കുന്ന മാന്ത്രികരും ഇതിലും വലിയ അടയാളങ്ങൾ അവിടെ കാണിച്ചു. ഇതുപോലെ തന്നെ കാണിച്ചു. നമ്മളോടിന്ന് പറയുന്ന ഒരു കാര്യം, അന്ന് മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് മലയുടെ മുകളിലായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൂടെയായിരുന്നു. അല്ല കുറേ ധ്യാനം നമ്മൾ കൂടുന്ന പോലെ മലയുടെ മുകളിൽ കർത്താവിൻ്റെ കൂടെയാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, തൻ്റെ വിക്ക് പോയോന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് മോശയോട് പറയാണ്, നീ പോകുക, ഈജിപ്തിൽ നിന്ന് ഫറവോയോട് പറയുക എന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞൊരു കാര്യം കണ്ടു. ഇത്രയും നാളെ ഞാൻ ഈ ധ്യാനം കൂടുക നിന്റെ കൂടെ, ഇതുവരെ എൻ്റെ വിക്ക് പോയിട്ടില്ല കേട്ടോ. ഞാനിന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ വിക്ക് പോയോ എന്ന്. ഇല്ല, എൻ്റെ വിക്ക് ഇതുവരെ പോയിട്ടില്ല. കർത്താവ് എന്താ പറഞ്ഞെന്ന് നമുക്കറിയാം. അത് സാരമില്ല, നീ വിക്കനാണ്, അവിടെ ഇരുന്നോട്ടെ. നിന്റെ സഹോദരനായ അഹരോനുണ്ടല്ലോ, നിന്നെ തേടി വരുന്നുണ്ട്. അവൻ നല്ലതായിട്ട് സംസാരിക്കാൻ വാക്ചാതുര്യമുള്ളവനാണ്. അവന് നിന്റെ കൂടെ നിൽക്കുക, അവൻ സംസാരിക്കും. നിനക്ക് പകരമായിട്ട് നീ വിക്കനായിട്ടിരുന്നാൽ മതി, എൻ്റെ കൃപ നിനക്ക് മതി. നമ്മൾ അറിയണം പ്രിയമുള്ളവർ, നമ്മൾ അറിയണം ഇത് നമ്മളുടെ പോക്കിന്ന് ശരിയല്ല അല്ലേ. നമുക്കറിയാം, യാക്കോബ് പണ്ട് ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഏശാവിനെ കണ്ടുമുട്ടാനായതിൻ്റെ സമ്പാദ്യങ്ങളൊക്കെ ആയിട്ട് യബോക്ക നദിയുടെ മറുകര കടന്ന് രാത്രി പിറ്റേ ദിവസം സഹോദരനെ കൊടുക്കാനുള്ള എല്ലാ സമ്പാദ്യവും ഒക്കെ ആയി വേലക്കാരെ മുന്നിൽ അയച്ചു. പറയാണ്, എൻ്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് അതിന് പരിഹാരമായിട്ട് തനിക്ക് കിട്ടിയ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഓഹരി സഹോദരന് കൊടുക്കാനായി ഏശാവിനെ ഏൽപ്പിക്കാനായി മുമ്പിൽ വേലക്കാരെ അയച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ സഹോദരനായി യാക്കോബ് നിനക്കായി കൊടുത്തുവിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ ഒരു മേഖലയാണ്. അതെ, അവിടെ നമുക്കറിയാം, രാത്രി മുഴുവനും യബോക്ക നദിയുടെ മക്കളെയും ഭാര്യമാരെയും ഒട്ടകക്കൂട്ടങ്ങളെയൊക്കെ ഏറ്റുവിട്ടത് യാക്കോബ് ഒറ്റയ്ക്ക് രാത്രിയിൽ ദൈവത്തോടൊപ്പം ചെലവഴിക്കാണ്. പ്രാർത്ഥനയിൽ ഒരു വലിയ മൽപ്പിടുത്തം തന്നെ പിടിച്ചിട്ട് പറയാണ്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. എൻ്റെ ദൈവമേ, എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, അതിനെ ഞാൻ വിടുകയില്ല. പ്രാർത്ഥന നമ്മളല്ലെങ്കിൽ അനുഗ്രഹം കിട്ടാതെ ഞാൻ മാറില്ല എന്ന് പറഞ്ഞു. അവസാനം ദൈവമായ കർത്താവ് അനുഗ്രഹം കൊടുത്തു. നമുക്കറിയാം, അവിടെയാണ് യാക്കോബ് എന്ന, അല്ലെങ്കിൽ ചതിയൻ വഞ്ചകൻ എന്നൊക്കെ ആ പേരിന്റെ അർത്ഥം. ആ യാക്കോബ് എന്നുള്ള പേര് മാറി ഇനിമേൽ നീ യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് യാക്കോബിനെ ഇസ്രായേലാക്കി ദൈവജനമാക്കി. ദൈവത്തിൻ്റെതായി നമ്മുടെ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. യാക്കോബ്, ചതിയനും വഞ്ചകനുമായ നമ്മുടെ ചാക്കോ, അല്ലെങ്കിൽ യാക്കോബ് എന്ന് പേരുള്ള നമ്മള് ദൈവജനം, യേശുവിൻ്റെതായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം. 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം നമ്മൾ ദൈവത്തോട് മൽപ്പിടുത്തപ്പെടുത്തുകയാണ്. പക്ഷെ നമുക്കറിയാം, യെശയ്യായ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. യെശയ്യാ 43 പറഞ്ഞു, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. അല്ലേ, ചതിയനും വഞ്ചകനുമായ യാക്കോബിനെ ഇസ്രായേലാ രൂപപ്പെടുത്തിയ സംഭവമാണ് യെശയ്യാ പോലും പ്രവചിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നീ യാക്കോബായിരുന്നപ്പോൾ നീ വഞ്ചകനായിരുന്നു, നിനക്ക് ബുദ്ധിമുട്ടായി. എന്നാൽ നീ അല്ലെങ്കിൽ നീ ഇസ്രായേലായി ദൈവജനമായി പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് കഴിയുമ്പോൾ ഞാൻ നിന്നെ നയിക്കും. നീ സമുദ്രത്തിലൂടെ പോകുമ്പോഴും നദി കടക്കുമ്പോഴും അഗ്നിയിലൂടെ പോകുമ്പോഴും ഒക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. കാരണം നിന്റെ ഉള്ളിൽ എൻ്റെ ആത്മാവുണ്ട്. അപ്പൊ നമുക്കറിയാം, ഈ ഏശാവ് അല്ലെങ്കിൽ യാക്കോബ് ഉൽപ്പത്തിയിലെ യബോക്ക നദി കടന്ന് മറുകര ഈ സംഭവം കഴിഞ്ഞ് വലിയ അനുഗ്രഹ പേരൊക്കെ മാറി ദൈവജനമായിട്ട് മാറി. പക്ഷെ യാക്കോബ് നടന്ന് അതുവരെ കുഴപ്പമില്ല, നല്ല സ്പീഡിൽ നടന്നിരുന്ന യാക്കോബിന് ഇപ്പോൾ നടക്കാനൊക്കെ ഒരു കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. 7 തെറ്റിപ്പോയി. രാത്രിയിൽ ദൈവവുമായുള്ള മൽപ്പിടുത്തത്തിൽ, അല്ലെങ്കിൽ ഞാൻ പറയും നല്ല പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു കാല് വലിച്ചു നടക്കുന്നത്. ഇപ്പോൾ അതിനു മുമ്പ് ഓടി നടന്നിരുന്ന യാക്കോബ് ഇപ്പോൾ ദൈവജനമായി മാറിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വെച്ച് കൊച്ചർശ്ശാപ്പെണ്ണുതി കുഷ്ഠരോഗിയായി അല്ലെങ്കിൽ ക്ഷയരോഗിയായി മാറിയതുപോലെ വിശുദ്ധ അൽഫോൺസാമ ദൈവജനമായി മാറി, വിശുദ്ധയായി മാറി. പക്ഷെ ക്ഷയരോഗത്തോടെ നടന്നതുപോലെ ദൈവജനമായ ഈ യാക്കോബ് വലിഞ്ഞാണ് നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാർ ഇന്നും ആ കാളയുടെ കൊല്ലുമ്പോൾ അതിൻ്റെ ഒരു തുട തിന്നാറില്ല എന്നാ പറയുന്നത്. യാക്കോബിൻ്റെ ഒരു തുട അതിൻ്റെ വേർപെട്ടു പോയി അവിടെ നടക്കാൻ മേലെ വലിഞ്ഞാണ് നടന്നത്. വടിയെ കുത്തിയായിരിക്കും നടന്നത്. മരിക്കുന്നവരെ അങ്ങനെ ആയിരുന്നു.
ഇവിടെ അവിടെ പൗലോസ് പറയാണ്, എനിക്കും എൻ്റെ കാലിലൊരു മുള്ളു കൊണ്ടതുപോലെയാണ്. ദൈവകൃപയുണ്ട്, സ്വർഗത്തിന് 3-ാം തട്ട് വരെ കടന്നു പോയതാണ്, പക്ഷേ എനിക്കൊരു മുള്ളുണ്ട്. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ഇതൊന്ന് മാറിയാൽ മതി. കർത്താവ് 3 പ്രാവശ്യമല്ലേ, 3 ധ്യാനം കൂടി പൗലോസ്. ഞാൻ പറയാം, ഞാൻ എൻ്റെ അനുഭവം പറയാം. എന്നിട്ട് പ്രശ്നം മാറിയില്ല. അവസാനം പറയാം, കർത്താവ് 3 ധ്യാനം ഞാൻ കൂടി, 3 ഇടത്ത് പോയി, 3 ധ്യാന കേന്ദ്രങ്ങളിൽ പോയി, അല്ലെ 3 പേരെൻ്റെ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു, പക്ഷെ എൻ്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല. എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ഒരു ദൂതൻ അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന്, ദൈവമായ കർത്താവ്, യേശു കർത്താവ്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ജീവിക്കുന്ന കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. നിന്റെ ആ ബുദ്ധിമുട്ടുണ്ടല്ലോ ഇപ്പോൾ ഉള്ള പ്രശ്നം, അതുമൂലമാണ് നീ ഇപ്പോൾ എന്നോട് ചേർന്നിരിക്കുന്നത്. എൻ്റെ നടത്തിപ്പ്, എൻ്റെ കൃപ, പരിശുദ്ധാത്മ നടത്തിപ്പ് നിനക്കിപ്പോൾ ഉള്ളത് ആ സഹനം ഉള്ളതുകൊണ്ടാണ്. അത് മാറാൻ പോകുന്നില്ല, അത് മരണം വരെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് അത് ഉള്ളതൊന്ന് ഉയർത്തിപ്പിടിച്ചോ. ദൈവത്തെ സ്തുതിച്ച ദൈവകൃപയിൽ നടക്കാൻ. അൽഫോൺസാമ സൗഖ്യപ്പെട്ടല്ല, മരിക്കുമ്പോഴും കുഷ്ഠമുണ്ട്, അല്ലെങ്കിൽ ക്ഷയരോഗം ഉണ്ടായിരുന്നു. ഉച്ചർശാ പുണ്യതി മരിക്കുമ്പോഴും ക്ഷയരോഗം ഉണ്ടായിരുന്നു. അല്ലേ, പാദ്രിയപ്പിയോയും ശരീരം മുഴുവനും മൂറിയ പഞ്ചശതധാരിയായിട്ടാണ് അവസാനങ്ങളൊക്കെ. ജീവിതം വളരെ വേദനയിലാണ് ചെലവഴിച്ചത്. സൗഖ്യമൊന്നും ഉണ്ടായില്ല. വിശുദ്ധ കുർബാനയിൽ യേശുവിനെ നേരിട്ട് കണ്ട വിശുദ്ധ പാദ്രിയപ്പിയോ സൗഖ്യമൊന്നും ഉണ്ടായില്ല. നമ്മളുടെ ജീവിതം ഒന്ന് മാറി ചിന്തി. അവിടെയാണ് നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടത്. ഇന്ന് നമ്മൾ വിശുദ്ധരെയും മാതാവിനെയും ഒക്കെ വിളിക്കുന്ന നമ്മുടെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് മാതാവ് പോലും കരയുന്നുണ്ട്. മാതാവ് രക്തക്കണ്ണീർ ഒഴുക്കുന്നവരാണ്. എൻ്റെ മക്കൾ എന്താണ് ഇനി അറിയുക? ഞാൻ ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നതാണ്. കുരിശന്റെ എൻ്റെ ഭർത്താവ് ഞാൻ വിധവയായി മാറിയതാണ്. എന്നെ ആരും സഹായിച്ചില്ല, ദൈവം പോലും എന്നെ സഹായിച്ചില്ല. ഞാൻ ഹൃദയവാതിലല്ലേ, എൻ്റെ മകന് കുരിശുമായി പോയപ്പോൾ അവനെ സഹായിക്കാൻ ആരുമില്ല. അവനെ മരണത്തിന് വിധിച്ചപ്പോൾ ഞാൻ കാറിക്കുവി കരഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ചപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ ആരും, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ പീലാത്തോസിന്റെ അരമനയുടെ മുമ്പിൽ. അവന്റെ കുരിശിന്റെ പിന്നാലെ ഞാൻ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് പോയപ്പോൾ ദൈവഹിതം നിറവേറുന്നു എന്ന് കണ്ട് ഉള്ളിൽ അത് അടക്കി ആ സഹനം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. കുരിശിൽ തൂക്കപ്പെട്ട യഹൂദൻ ശപിക്കപ്പെട്ടവനെന്ന് വിളിക്കപ്പെടും. ആ വഴിയരികിലാണ്, റോഡരികിലാണ് അവനെ കുരിശിൽ തൂക്കിയിട്ടത്. ആ കുരിശിന്റെ ചുവട്ടിൽ അവന്റെ കാൽപാദങ്ങളിൽ പിടിച്ചുകൊണ്ട് ആ കുരിശിന്റെ ചുവട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ അതിനെ കടന്നുപോയ യഹൂദരും നിയമത്തിന് പരിശേരോ യഹൂദരും മുഴുവനും, കാരണം അവൻ നിയമാവർത്തനം പറയുന്നുണ്ട്, കുരിശിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. അവരെല്ലാവരും അവനെ കാർക്കിച്ച് തുപ്പി ആ ശരീരത്തിലേക്ക്. ആ തുപ്പല് മുഴുവനും വന്ന് വീണത് ഈ മറിയത്തിന്റെ അമ്മയുടെ തലയിലാണ്. എന്തുമാത്രം നിന്ദിക്കപ്പെട്ടു. അവിടെ ഒരു വിടുതലുമില്ല, ഒരു സൗഖ്യമില്ല. നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ദൈവമേ തിരിച്ചറിയാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ അതാണ് കൃപ എന്ന് പറയുന്നത്. പൗലോസ് പറഞ്ഞതാണ്, കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടനം. കാരണം യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് തിരുസഭയുണ്ടായത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു മരിച്ചു ഉയർത്തില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം വെറുതെ ആകുമായിരുന്നു. ക്രിസ്തു മരിച്ചുയർത്തില്ലായിരുന്നെങ്കിൽ, അതായത് ക്രിസ്തു കുരിശിൽ മരിക്കണമായിരുന്നു, ക്രിസ്തു കല്ലറയിൽ അടക്കപ്പെടണമായിരുന്നു. ആ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്, ഉത്ഥാന ശക്തിയാണ് തിരുസഭ, ഇന്ന് പരിശുദ്ധാത്മ കൃപ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മേഖലയുണ്ട്. നമ്മുടെ സഹനങ്ങളിലൂടെയാണ് ആ സഹനങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കാൻ സൗഖ്യത്തിനൊക്കെ ആയിട്ട്. പക്ഷേ അതിനുവേണ്ടി ആയിരിക്കരുത് നമ്മൾ യേശുവിനെ സമീപിക്കുന്നത്. നമുക്ക് ആ ഒരു മാറ്റം, ദൈവമേ, ആ ഒരു മാനസാന്തരം സഭ മുഴുവനും നമുക്ക് എല്ലാവർക്കും നമ്മൾ ഓർക്കുന്ന അടുത്ത ധ്യാനം എവിടെയാണ്? ഈ പ്രശ്നം ഒന്ന് മാറിക്കിട്ടാൻ ആ ഒരു മാറ്റ മനോഭാവം. വിശുദ്ധ അൽഫോൺസാമേ ക്ഷയരോഗിയായ ജീവിതകാലം മുഴുവനും ഭൂമിയിൽ ജീവിച്ചത് സൗഖ്യപ്പെടാൻ വേണ്ടി ചോദിച്ചില്ല. എന്തുകൊണ്ടാണ്? ആ രോഗമുള്ളപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് അൽഫോൺസാമയിൽ വസിച്ചത്. കാരണം കർത്താവ് മുറിവേറ്റവനാണ്. അവസാനം കർത്താവിന്റെ ശരീരം അങ്ങേയറ്റം ഏറ്റവും നിന്ദിക്കപ്പെട്ട ഒരു പുഴുവിനെ പോലെ ആയിട്ടാണ് യേശയ്യ പറയുന്നത്. നമ്മളും ചിന്തിക്കാൻ പറ്റും. ഞാനീ പറയുന്നത് നമ്മൾ മനുഷ്യരാണ്, ശരിയാണ്. പക്ഷെ നമുക്കുള്ള സഹനങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടി. എൻ്റെ ദൈവമേ, നീ നടന്ന വഴിയിലൂടെ നടക്കണമെങ്കിൽ ഈ കുരിശ് ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് ആ ഒരു കാഴ്ചപ്പാട് തരാൻ. ഈ ഉള്ള കുരിശിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ പിന്നാലെ
കുരിശിന് വഴിയേ നമ്മുടെ കയ്യിൽ തടിക്കുരിശൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിലുള്ള കുരിശുകളെ ഓർത്ത് നന്ദിയോടെ, എൻ്റെ ദൈവമേ, എൻ്റെ ഈ സഹനങ്ങളെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഈ സഹനങ്ങൾ മൂലമാണല്ലോ സങ്കീർത്തനം 119:71 ദാവീദ് അറിഞ്ഞ വലിയ കാര്യം. എൻ്റെ ബലഹീനതകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, എൻ്റെ സഹനങ്ങളെ ഓർത്ത്. കാരണം എൻ്റെ സഹനങ്ങളിലൂടെയാണ് എൻ്റെ ദൈവത്തെ കണ്ടെത്താൻ ഞാൻ ഇടയായത് എന്നാണ് ദാവീദ് പോലും പറഞ്ഞത്. 119:70 ദുരിതങ്ങളെല്ലാം എനിക്ക് ഉപകാരമായല്ലോ എൻ്റെ ദൈവമേ. നമുക്കത് പറയാൻ പറ്റണം. ദൈവമേ, എൻ്റെ ഈ സഹനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നിന്നോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് എൻ്റെ കുടുംബത്തിന് സാധിച്ചത്. സൗഖ്യം ഉണ്ടായേക്കാം, ഇല്ലായേക്കാം, കുഴപ്പമില്ല, അത് മതി. നിന്റെ സാന്നിധ്യം മതി. അപ്പം നിന്റെ ബലഹീന, നിന്റെ രോഗത്തിലാണ്, നിന്റെ രോഗാവസ്ഥയിലാണ്, നിന്റെ കുടുംബത്തിലെ ആ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നീ ഇപ്പോൾ എന്നോട്, നീ നിന്റെ കുടുംബാംഗങ്ങളും ഇപ്പോൾ എന്നോട് ചേർന്ന് നിൽക്കുന്നത്. എൻ്റെ ആത്മാവ് ഇപ്പോൾ നിങ്ങളിൽ വസിക്കുന്നത് ആ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ നരകത്തിന്റെ വഴിയിലാകുമായിരുന്നു. ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതാണ് സ്തുതിക്കാൻ പറ്റൂ. എൻ്റെ ദൈവമേ, എൻ്റെ ഈ സഹനത്തെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ദാനിയേലിന്റെ കൂട്ടുകാരൻ 3 യുവാക്കൾ ആ തീജ്വാലിന്റെ നടുവിൽ കിടന്നുകൊണ്ട് അവരുടെ സഹനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവിടേക്ക് യേശു തന്നെ ഇറങ്ങി വന്നു. 3 പേരെയല്ലേ എറിഞ്ഞത്, 4ാമത് ഒരാൾ അവിടെ അവനെ കണ്ട രാജകുമാരനെ പോലെ ഇരിക്കുന്ന നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞത്. ആ രാജാവ് പോലും മനസാന്തരപ്പെടാനായിട്ട് അവരുടെ സഹനത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചത് മൂലം ഇടയായി. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവരുടെ സഹനത്തിനടുവിൽ ദൈവത്തെ ആർത്തുപാടി സ്തുതിച്ചു. ആരെങ്കിലും വന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് മോചിപ്പിക്കുമോ എന്നല്ല, യേശുവിനെ പ്രതി സഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത്. അതാണ് ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള ഭാഗ്യം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ ഒരു മനോഭാവത്തോടെ കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ സ്തുതിപ്പിലേക്ക് സങ്കീർത്തനം 22:3 ഇസ്രായേലിന്റെ പരിശുദ്ധൻ അവരുടെ സ്തുതിയുടെ സിംഹാസനത്തിൽ കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുന്നിടത്തേക്കാണ് ദൈവം ഇറങ്ങി വരിക. നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി ഞാൻ പൂർണ്ണമായും പ്രകടമാക്കാൻ പോകുന്നത്. ആ കാരാഗ്രഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ദൈവത്തിൻ്റെ വചനം നിറവേറി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവിടേക്ക് ദൈവം അവരുടെ സഹനത്തെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അവിടേക്ക് ദൈവം ഇറങ്ങി വന്നു. അവർ മാത്രമല്ല, അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ആ കാരാഗ്രഹത്തിലുള്ള എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവരെ തടവിലിട്ടിരുന്ന ജയിൽ വാർഡൻ പോലും ഭയപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസമൊന്നും അരുതേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, ആരും ഓടിപ്പോയിട്ടില്ല, നീ മരിക്കണ്ട. അവൻ മാനസാന്തരപ്പെട്ടു. ഈ സഹനത്തിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ ജയിൽ വാർഡൻ മാനസാന്തരപ്പെട്ടു എന്ന് അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, സഹോദരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന അപ്പോസ്തലൻ 16 വചനം, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സഹനത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. പ്രിയമുള്ളവരെ, കുരിശിന്റെ വഴിയിൽ നമ്മുടെ ഉള്ള കുരിശുകളെ ആത്മാർത്ഥമായി സന്തോഷത്തോടെ ഇനിയുള്ള കുരിശിന്റെ വഴിയിൽ പാട്ടൊക്കെ പാടി പോകുന്ന രസമാണ്, മനോഹരമായ ഗാനമൊക്കെയാണ്. നമ്മുടെ സഹനങ്ങളാകുന്ന കുരിശുകളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ, ആ സഹനങ്ങളെ ഓർ ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു ആത്മീയ കൃപ തരണമേ. പരിശുദ്ധ പരമ ദൈവകാരണമായി ഇന്നും ഏറ്റവും വലിയ ആ പള്ളിയിലെ, വിശാലമായ മനോഹരമായ പള്ളിയിലെ ഏറ്റവും ചെറിയ ഒരു പെട്ടിക്കുള്ളിൽ ഇന്നും ഒതുങ്ങിയിരുന്നുകൊണ്ട് ഏറ്റവും ചെറുതായി തീർന്ന, ഇത്ര ചെറുതാകാൻ ഞാൻ ഇനി എത്രമാത്രം ആത്മീയമായി വളരണം എൻ്റെ ദൈവമേ. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.